ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പ്രത്യേകതകളും സവിശേഷതകളും, അവരുടെ വിദ്യാഭ്യാസം, ഇവർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖല, വിജയസാധ്യതയുള്ള ബിസിനസ്, ഭാഗ്യ നമ്പർ, ഭാഗ്യദിക്ക്, ഭാഗ്യനിറം, സമ്പത്ത്, ഭാഗ്യാനുഭവങ്ങൾ, സ്വഭാവ സവിശേഷതകൾ തുടങ്ങി അവശ്യം അറിഞ്ഞിരിക്കേണ്ട സമസ്ത മേഖലകളും മകം നക്ഷത്രത്തിലെ 4 പാദങ്ങളിലും ജനിച്ചാലുള്ള പാദഫലങ്ങളും മകം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ ഫലങ്ങളും ഉൾപ്പെടെ സമ്പൂർണ്ണ ഫലങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. മകം പൂർണ്ണമായും സൂര്യൻ്റെ ക്ഷേത്രമായ ചിങ്ങം രാശിയിലാണ്. കേതു ദശയിലാണ് ഇവരുടെ ജനനം. 7 വർഷത്തെ കേതു ദശയിൽ ജന്മശിഷ്ടം കഴിഞ്ഞാൽ 20 വർഷം ശുക്രൻ, 6 വർഷം ആദിത്യൻ, 10 വർഷം ചന്ദ്രൻ, 7 വർഷം ചൊവ്വ, 18 വർഷം രാഹു, 16 വർഷം വ്യാഴം, 19 വർഷം ശനി, 17 വർഷം ബുധൻ എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ. അസുരഗണത്തിൽപ്പെടുന്ന ഇവരുടെ നക്ഷത്രാധിപൻ കേതുവാണ്. പിതൃക്കൾ ആണ് ഇവരുടെ നക്ഷത്ര ദേവത. രാശിയുടെ അധിപൻ സൂര്യനാണ്. നക്ഷത്രാധിപൻ കേതുവും രാശിയുടെ അധിപൻ സൂര്യനും ആയതിനാൽ രവിയുടെയും കേതുവിൻ്റെയും ചിങ്ങൻ രാശിയുടെയും സംയുക്ത സ്വഭാവം ഇവരിൽ കാണാം. മകം പിറന്ന മങ്ക എന്നൊരു പ്രയോഗം തന്നെ മലയാളത്തിൽ ഉണ്ടല്ലോ. ആകർഷണീയമായ വ്യക്തിത്വത്തിന് ഉടമകളാണ് മകം നക്ഷത്രക്കാർ. ഇവർ കഠിനാധ്വാനികളാണ്. ജോലി ചെയ്യുന്നതിനായി ഇവർക്ക് ഇവരുടേതായ ഒരു രീതിയുണ്ട് എന്നു തന്നെ പറയാം. എവിടെ പോയാലും ഇവർ ഇവരുടെ പ്രാമുഖ്യം നിലനിർത്തും. ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുന്നവരാണ് ഇവർ. ചില സമയങ്ങളിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്നതായിരിക്കും. ആത്മാഭിമാനം സംരക്ഷിക്കുവാനായി എന്തും ചെയ്യുന്ന പ്രകൃതക്കാരാണിവർ. ഇതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല. നല്ലതുപോലെ ആലോചിച്ചതിന് ശേഷമായിരിക്കും ഇവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു എടുത്തുചാട്ടക്കാരല്ല എന്ന് തന്നെ പറയാം. പരസഹായം കൂടാതെ സ്വപ്രയത്നത്താൽ ഉന്നതിയിലെത്തും. പങ്കാളിയോട് ഇവർ നല്ല സ്നേഹമൊന്നും കാണിക്കാറില്ല. അധ്വാനവും തൻ്റെടവും വേണ്ട ജോലികൾ ഇവരെ ഏൽപ്പിച്ചാൽ ഭംഗിയായി നിർവഹിക്കും. ഇവർ നല്ല ഈശ്വരവിശ്വാസിയാണ്. സമൂഹത്തിലെ ഉന്നതരുമായി ഇവർക്ക് നല്ല ബന്ധമുണ്ടായിരിക്കും. ഈ ബന്ധങ്ങൾ വഴി ഇവർക്ക് നല്ല പ്രയോജനവും ലഭിക്കും. ഇവർ മൃദുഭാഷിയും ശാസ്ത്ര സംബന്ധമായ വിഷയങ്ങളിൽ നല്ല പ്രാവീണ്യമുള്ളവരും ആയിരിക്കും. എന്നു മാത്രമല്ല വ്യത്യസ്ത കലകളിൽ താല്പര്യം ഉള്ളവരും ആയിരിക്കും. ശാന്ത സ്വഭാവവും സ്വച്ഛതയുള്ള ജീവിതവും സാമർഥ്യവും ഇവരുടെ പ്രത്യേകതകളാണ്. സത്യത്തിന് നിരക്കാത്തതൊന്നും ചെയ്യുവാൻ ആഗ്രഹിക്കുകയോ ശ്രമിക്കുകയോ ഇല്ല. ഇതൊക്കെ ഇവർക്ക് സമൂഹത്തിൽ നല്ല മതിപ്പ് നേടിക്കൊടുക്കുന്നു. സ്വന്തം പെരുമാറ്റത്താൽ മറ്റുള്ളവർ അസ്വസ്ഥരാകാതിരിക്കുവാൻ ഇവർ പരമാവധി ശ്രമിക്കും. തൻ്റെ പ്രവൃത്തികൾ ആരെയെങ്കിലും വ്യാകുലപ്പെടുത്തിയെന്ന് തോന്നിയാൽ മാപ്പ് പറയാൻ മടിക്കാത്തവരാണിവർ. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്കായി എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ. ബിസിനസ്സിലും ജോലിയിലും ഇവരുടെ അതിരുകടന്ന ആത്മാർത്ഥത പലപ്പോഴും ഇവർക്ക് നഷ്ടങ്ങൾക്ക് കാരണമായേക്കും. ധനികരുടെയും പ്രമുഖരുടെയും സഹായത്താൽ ഇവർ ജീവിതത്തിൽ സുഖസമൃദ്ധി ആർജിക്കുന്നതിൽ വിജയിക്കും. എന്നിരുന്നാലും അധികാരത്തിൻ്റെ അഹംഭാവം ചിലപ്പോൾ ചില പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ഭൗതിക സമ്പത്ത് സ്വരൂപിക്കുന്നതിൽ അമിത താല്പര്യം ഉള്ളവരാണിവർ. ആത്മീയതയിലും മതപരമായ കാര്യങ്ങളിലും വളരെയധികം താല്പര്യം കാണിക്കുന്നവരാണ്. മുതിർന്നവരോട് ഇടപെടുമ്പോൾ വളരെ വിനയമുള്ളവരാകുന്നു. അതുപോലെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും മുറുകെ പിടിക്കുന്നു.
വന്നു ചേർന്ന സൗകര്യങ്ങൾ മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. ഇവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവരോട് ഇവർ വലിയ അനുകമ്പ ഉള്ളവർ ആയിരിക്കും. സമ്പത്തും വസ്തുവകകളും സമ്പാദിക്കുന്നതിൽ സാമർഥ്യം കാണിക്കുന്നവരാണിവർ. അതിൽ വിജയിക്കുകയും ചെയ്യും എന്നതാണ് സത്യം. വിവിധ വിഷയങ്ങളിൽ നിപുണരാണ്. സാമൂഹിക സേവന രംഗത്ത് താൽപ്പര്യം ഉള്ളവരാണ്. ഇവർ സ്വന്തം ജോലികൾ അത്യുത്സാഹത്തോടെ ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ ജോലിയിൽ പ്രതിബന്ധം സൃഷ്ടിക്കുന്നവരെ അകറ്റി നിർത്താനും ശ്രമിക്കും. ഇവർ കോപം സ്വയം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ശത്രുക്കളെ ക്ഷണിച്ചു വരുത്തും. ഒരുപാട് സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നവരല്ല ഇവർ. എന്നാൽ ഉള്ളയാളുകൾ ഇവരുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നവരാണ്. വളരെ മനോഹരവും ആകർഷണീയവുമാണ് ഇവരുടെ വ്യക്തിത്വം. ഇവർ ഉയർന്ന ഉദ്യോഗസ്ഥനോ നല്ല ബിസിനസ്സുകാരോ ആയി തിളങ്ങിയേക്കാം. വക്കീൽ, ന്യായാധിപൻ, രാഷ്ട്രീയക്കാർ, അധ്യാപകൻ എന്നീ മേഖലകളിലും കലാരംഗത്തും ശോഭിക്കുവാൻ കഴിയും. ഇവർ സന്തോഷപ്രദവും ആനന്ദകരവുമായ ജീവിതം നയിക്കുന്നവരാണ്. ഇവരുടെ കുട്ടികളും ഭാഗ്യശാലികളായിരിക്കും. ജീവിത പങ്കാളി ബുദ്ധിശാലിയും ദൈനംദിന ജോലികളിൽ സമർത്ഥരും ആയിരിക്കും. കേതു ദശയിൽ ജനിക്കുന്ന ഇവർക്ക് ശരാശരി 3.5 വയസ്സ് വരെ ബാലാരിഷ്ട രോഗങ്ങൾ കൂടുതലായിരിക്കും. അത് കഴിഞ്ഞു വരുന്ന ശുക്രൻ്റെ 20 വർഷം വിദ്യാഗുണവും മെച്ചപ്പെട്ട തൊഴിലവസരവും ലഭിക്കും. ശേഷം കുടുംബജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യും. ഇനി മകം നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങളിലും ജനിച്ചാലുള്ള ഫലങ്ങൾ പരിശോധിച്ചാൽ മകം 1-ാം പാദത്തിൽ ജനിക്കുന്നവർ പൊതുവെ പൊക്കം കുറഞ്ഞവർ ആയിരിക്കും. സൈനിക മേഖലയിൽ ശോഭിക്കും. വേഗത്തിൽ സംസാരിക്കുന്നവരും സജ്ജന സമ്പർക്കം ഉള്ളവരും ആയിരിക്കും. ഇവർ കാര്യശേഷി ഉള്ളവരാണ്. ഇവരുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമായിരിക്കും. മകം 2-ാം പാദത്തിൽ ജനിക്കുന്നവർക്ക് മുഖത്ത് മറുകുണ്ടായിരിക്കും. ഇവരുടേത് വിരിഞ്ഞ മാറിടം ആയിരിക്കും. ഇവർ ബഹുജനങ്ങളാൽ മാനിക്കപ്പെടുന്നു. ഇവർ ഉപകാരസ്മരണ ഉള്ളവരും മാതൃഭക്തി ഉള്ളവരും ആയിരിക്കും. മകം 3-ാം പാദത്തിൽ ജനിക്കുന്നവർ പൊതുവെ ധനാഢ്യരാണ്. ഇവർക്ക് തോളത്ത് മറുകുണ്ടാകും. ഇവർ സത്യസന്ധരും മാതൃപ്രിയരുമായിരിക്കും. മന്ത്രതന്ത്രങ്ങളിൽ ജ്ഞാനം ആർജിക്കും. മകം 4-ാം പാദത്തിൽ ജനിക്കുന്നവർ അതിബുദ്ധിമാന്മാരാണ്. ഇവരുടെ ശരീരം വലിപ്പമുള്ളതും ബലമുള്ളതും സൗന്ദര്യമുള്ളതുമായിരിക്കും. മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സുന്ദരികളായിരിക്കും. ഇവർ എന്ത് ജോലിയും ചെയ്യാൻ മടിയുള്ളവരല്ല. ഇവർ നീതിബോധം ഉള്ളവരായിരിക്കും. ഇവർക്ക് അടിവയറിന് കനവും വലതുവശത്ത് മറുകും കാണും. ഇവർ പുളിരസം ഇഷ്ടപ്പെടുന്നവരാണ്. പൂജാതി കാര്യങ്ങളിൽ താല്പര്യം ഉള്ളവരായിരിക്കും. ഇവരുടെ ജീവിതം സുഖദുഃഖ സമ്മിശ്രമായിരിക്കും. പ്രണയങ്ങൾ വരികയും പോവുകയും ചെയ്യും. ഭർത്താവിനോട് സ്നേഹം കാണിക്കും. പരപുരുഷന്മാരോട് താല്പര്യം തോന്നാം. എന്നാൽ അത്തരം ബന്ധങ്ങളിൽ പെട്ടുപോയാൽ അപമാനം നേരിടേണ്ടി വന്നേക്കാം. സംഭാഷണത്തിൽ കൂടുതൽ താല്പര്യമുള്ളവരാണ്. എന്നാൽ മിതത്വം പാലിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വന്നേക്കാം. സാമ്പത്തികമായി അനിശ്ചിതത്വം ജീവിതത്തിലുടനീളം അനുഭവിക്കപ്പെട്ടേക്കാം. ഇനി മകം നക്ഷത്രക്കാർക്ക് കൂടുതൽ അനുയോജ്യമായ തൊഴിൽ മേഖലകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവരുടെ നക്ഷത്ര ദേവത പിതൃക്കൾ ആയതിനാൽ തുന്നൽ, എംബ്രോയിഡറി മേഖലകൾ, ഭക്ഷ്യ സിവിൽ സപ്ലൈ വിഭാഗം, പൂന്തോട്ട പരിപാലനം, പൊതുപ്രവർത്തനം, ക്ഷീരവിപണനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ശോഭിക്കാൻ കഴിയും. ഇവരുടെ മൃഗം എലി ആയതിനാൽ കൃഷിയും അനുബന്ധ മേഖലകളും, എണ്ണ വ്യാപാരം, കുട്ടികളുടെ കളിപ്പാട്ട നിർമ്മാണവും വിതരണവും, പബ്ലിക്കേഷൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകൾ ഏറെ ഗുണകരമാണ്. ഇവരുടെ വൃക്ഷം പേരൽ ആയതിനാൽ വാർത്താവിനിമയം, സമൂഹമാധ്യമം, IT മേഖല, തുകൽ വ്യവസായം, ഹോട്ടൽ മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ്സോ ജോലിയോ ഇവർക്ക് നേട്ടങ്ങൾ സമ്മാനിക്കും. ഇവരുടെ ഭാഗ്യസംഖ്യ 7ഉം ഭാഗ്യദിവസം വെള്ളിയാഴ്ചയും ഭാഗ്യനിറം കടും ചുവപ്പും ഭാഗ്യദിക്ക് കിഴക്കും ഭാഗ്യരത്നം വൈഡൂര്യവും ഭാഗ്യദേവത പരമശിവനും ഗണപതിയും ആണ്. ഇവയ്ക്ക് പ്രാധാന്യം നൽകിയാൽ ജീവിതത്തിൽ വിജയം നേടാനാകും. ഇവരുടെ നക്ഷത്ര ദേവതയായ
പിതൃക്കളുടെ മന്ത്രമായ ഓം പിതൃഭ്യോ നമ എന്ന നക്ഷത്ര ദേവതാ മന്ത്രം നിത്യവും 11 തവണ ജപിക്കുന്നത് പ്രശ്നപരിഹാരങ്ങൾക്കും ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുന്നതിനും ഗുണം ചെയ്യും. ഗണപതി ഭജനവും പക്കപ്പിറന്നാൾ തോറും ഗണപതി ഹോമവും ശനിയാഴ്ച മഹാദേവന് വെള്ളനിവേദ്യവും ഞായറാഴ്ച വ്രതവും മഹാവിഷ്ണുവിന് പാൽപ്പായസവും യഥാശക്തി അനുഷ്ഠിച്ചാൽ നല്ലതായിരിക്കും. രോഹിണി, ഉത്രം, ചിത്തിര, വിശാഖം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളും ശനിയാഴ്ചയും തൊഴിൽപരമായ തുടക്കത്തിന് ഒഴിവാക്കേണ്ടതാണ്. രേവതി ഇവർക്ക് വേദനക്ഷത്രം ആയതുകൊണ്ട് കൂട്ടു ബിസിനസ്സും വിവാഹവും രേവതി നക്ഷത്ര ജാതകരുമായി ഇവർക്ക് ഗുണം ചെയ്യില്ല. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.